ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ തെനാലി രാമൻ്റെ കഥയിലെ ബാക്കിയാണ് ഞാനിന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ കേട്ടാലോ. രാമന് വധശിക്ഷ വിധിക്കുമ്പോൾ 2 രാജസേവകന്മാർ അതെല്ലാം കേട്ട് കൊട്ടാരത്തിൽ നിൽപ്പുണ്ടായിരുന്നു. രാജപുരോഹിതനോട് അവർക്ക് ദേഷ്യമാണ്. മുൻപൊരിക്കൽ തെനാലി രാമനെ രാജപുരോഹിതൻ്റെ ഭടന്മാർ പുറത്തേക്ക് എറിഞ്ഞ രംഗം സഹതാപത്തോടെ കണ്ടു നിന്നിട്ടുള്ളവരാണവർ. അവർ 2 ആളും ഭടന്മാരുടെ പിറകെ കൂടി. രാമനെ രക്ഷപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ ഒരാടിനെ വാങ്ങി നിർത്തി. കാട്ടിലേക്ക് തെനാലി രാമനെ വെട്ടിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവർ പിറകെ ആടുമായി നടന്നു. തെനാലി രാമനെ വിട്ട് പകരം ആ ആടിനെ വെട്ടിക്കൊന്ന് ചോര പുരണ്ട വാൾ സേനാനായകനെ കാണിക്കാൻ സേവകർ ഭടന്മാരെ ചട്ടം കെട്ടി. ഭടന്മാർ തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും ഒടുക്കം സമ്മതിച്ചു. തെനാലി രാമനോട് നാട്ടിലെങ്ങും നിൽക്കരുതെന്നും അവർ പറഞ്ഞു. തെനാലി രാമൻ ഭടന്മാരിരുവർക്കും 10 വരാഹൻ വീതം പാരിതോഷികമായി നൽകി അവിടെ നിന്നും യാത്രയായി. ഭടന്മാർ ആടിനെ വെട്ടി ചോര പുരണ്ട വാൾ കൊണ്ടുപോയി മുഖ്യ സേനാധിപനെ കാണിച്ചു. തെനാലി രാമൻ മരിച്ചെന്ന് എല്ലാവരും കരുതി. ചിലർ ദുഃഖിച്ചു. എന്നാൽ രാജപുരോഹിതൻ അത്യധികം സന്തോഷിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ എതിരാളി മരിച്ചു കിട്ടിയല്ലോ എന്നാണ് അയാൾ ചിന്തിച്ചത്. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട തെനാലി രാമൻ നേരെ വീട്ടിലേക്കാണ് പോയത്. അമ്മയെയും ഭാര്യയെയും വിളിച്ച് അരമനയിലേക്ക് പറഞ്ഞയച്ചു. അവർ രാമൻ പറഞ്ഞ പ്രകാരം രാജാവിനെ ചെന്ന് കണ്ട് വിലപിക്കുവാൻ തുടങ്ങി. തിരുമേനി, എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന രാമനെ അങ്ങ് വധിച്ചു കളഞ്ഞുവല്ലോ. വിധവയായ എനിക്ക് ഇനി ആരാണുള്ളത്? ഞാൻ എങ്ങനെ ഇനി ജീവിക്കും? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ്റെ അമ്മയായ ലക്ഷ്മമ്മ രാജാവിൻ്റെ മുമ്പിൽ കമിഴ്ന്നടിച്ച് വീണ് കരഞ്ഞു. തിരുമേനി, അങ്ങേക്ക് എങ്ങനെ ഇത്ര വലിയ ക്രൂരത ഞങ്ങളോട് കാണിക്കാൻ തോന്നി? എനിക്കിനി ആരാണുള്ളത്? ഞാനും വിധവയായല്ലോ. എൻ്റെ മോനെ ഞാനിനി എങ്ങനെ വളർത്തും? തെനാലി രാമൻ്റെ ഭാര്യ മങ്കമ്മയും രാജാവിൻ്റെ മുന്നിൽ കിടന്ന് കരച്ചിലാരംഭിച്ചു. രാജാവിനും സങ്കടമായി. അദ്ദേഹത്തിൻ്റെ ഹൃദയം വലിഞ്ഞു. രാജാവ് അവരെ ആശ്വസിപ്പിച്ചു. 10 വരാഹൻ വീതം അവരിരുവർക്കും രാജാവ് ഉടനെ നൽകി. 20 വരാഹൻ വീതം തെനാലി രാമൻ്റെ കുടുംബത്തിന് മാസം തോറും അടുത്തുണായി കൊടുക്കാൻ കൃഷ്ണദേവരായർ ഉത്തരവിട്ടു. ലക്ഷ്മമ്മയും മങ്കമ്മയും മടങ്ങിയെത്തി. കിട്ടിയ പണം അവർ തെനാലി രാമൻ്റെ കയ്യിൽ കൊടുത്തു. മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭടന്മാർക്ക് കൈക്കൂലി കൊടുത്ത തുക ഇപ്പോൾ മടക്കി കിട്ടി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തെനാലി രാമൻ പൊട്ടിച്ചിരിച്ചു. ഭാര്യയ്ക്കും അമ്മയ്ക്കും അപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ബ്രാഹ്മണവധം മഹാപാപമാണ്. അതിന് വലിയ പ്രായശ്ചിത്തം കൂടിയേ തീരൂ. അതായിരുന്നു അന്നത്തെ വിശ്വാസം. തെനാലി രാമൻ ബ്രാഹ്മണനാണ്. രാജാവ് തെനാലി രാമനെ വധിച്ചു. രാജാവ് അങ്ങനെ ഒരു ക്രൂരകർമ്മം ചെയ്തതിനാൽ രാജ്യത്തിന് മുഴുവൻ നാശം സംഭവിക്കും. ഇങ്ങനെ ഒരു അശരീരി ശബ്ദം അന്തപുരത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാജ്ഞിമാർ കേട്ടു. അവർ ഭയന്നു. അവർ വിവരം കൃഷ്ണദേവരായരെ അറിയിച്ചു. ദുഃഖിതനായ രാജാവ് രാജപുരോഹിതനെയും പുരോഹിതന്മാരെയും വിളിച്ച് ആലോചിച്ചു. തെനാലി രാമൻ്റെ പ്രേതത്തെ അടക്കം ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഒരു കറുത്തവാവ് ദിവസം അർദ്ധരാത്രി രാജഗുരുവും മറ്റു 108 പുരോഹിതന്മാരും കൂടി അരമനയിൽ നിന്ന് 10 നാഴിക ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. തെനാലി രാമൻ്റെ പ്രേതത്തെ അവിടെ ഒരു ആലിൽ അടക്കം ചെയ്യാനാണ് അവരുടെ നിശ്ചയം. തെനാലി രാമൻ ഈ വിവരം മുമ്പേ അറിഞ്ഞു. അയാൾ ആ രാത്രി ദേഹമാസകലം കരിപുരട്ടി നേരത്തെ തന്നെ അമ്പലത്തിന് മുന്നിലെ ആലിന്മേൽ കയറിയിരിപ്പായി. ബ്രാഹ്മണ പുരോഹിതന്മാരും രാജഗുരുവും വളരെ നേരം മന്ത്രങ്ങൾ ചൊല്ലി തെനാലി രാമൻ്റെ പേരും നാളും പറഞ്ഞ് പ്രേതത്തെ ആവാഹിക്കുവാൻ തുടങ്ങി. ഉടനെ വലിയൊരു അലർച്ചയോടുകൂടി തെനാലി രാമൻ ആലിൽ നിന്ന് അവരുടെ ഇടയിലേക്ക് ഒരു ചാട്ടം. ബ്രാഹ്മണർ പേടിച്ചു നിലവിളിച്ചു, അയ്യോ ബ്രഹ്മരക്ഷസ്! പുരോഹിതന്മാരും രാജഗുരുവും തിരിഞ്ഞു നോക്കാതെ കണ്ട വഴികളിലൂടെയൊക്കെ ഓടി. ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ആ കരിമ്പിശാശ് നമ്മളെ പിടിച്ച് കൊന്നു തിന്നേനെ. അവർ തമ്മിൽ അങ്ങനെ പറഞ്ഞ് സമാധാനിച്ചു. അവർ നേരം പുലർന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. ആ വാർത്ത നാട്ടിൽ പരന്നു. ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള ഭയം ജനങ്ങളെ ആകെ തളർത്തി. രാജാവ് വിഷമിച്ചു. അവസാനം അദ്ദേഹം ഒരു പോംവഴി കണ്ടെത്തി. ബ്രഹ്മരക്ഷസിനെ ഉച്ചാടനം ചെയ്യണം. അതിന് സാധിക്കുന്നവർക്ക് 1000 പൊൻപണം പാരിതോഷികം നൽകുന്നതാണ്. രാജാവ് ഉത്തരവിട്ടു. ദൂതന്മാർ രാജാവിൻ്റെ ഈ വിളംബരം നാടിൻ്റെ നാനാഭാഗത്തും നടന്ന് പെരുമ്പറയടിച്ച് അറിയിച്ചു. അമ്പലത്തിൽ പുരോഹിതന്മാരെ വിരട്ടി ഓടിച്ച ശേഷം വീണ്ടും വീട്ടിൽ വന്ന് ഒളിവിൽ പാർത്തിരുന്ന തെനാലി രാമനും ഈ പ്രഖ്യാപനം കേട്ടു. തൻ്റെ വിദ്യ ശരിക്കും ഫലിച്ചു കണ്ടതിൽ അദ്ദേഹം സന്തുഷ്ടനായി.
വിജയനഗര സാമ്രാജ്യത്തിലെങ്ങും ബ്രഹ്മരക്ഷസിനെ കുറിച്ചുള്ള ഭീതി വ്യാപിച്ചു. ആളുകൾ രാത്രി പുറത്തിറങ്ങാതായി. രാജാവിന് സമാധാനമില്ലാതെയായി. വിളംബരം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും ആരിൽ നിന്നും അതിന് പ്രതികരണവും ഉണ്ടായില്ല. 3-ാം ദിവസം രാജാവ് രാജധാനിയിൽ ഏകാന്തനായി വിഷാദിച്ചിരിക്കുകയാണ്. രാജഗുരു താതാചാരിയും സമീപത്തുണ്ട്. ഒരു ഭടൻ വന്ന് ഒരു സന്യാസി രാജാവിന് മുഖം കാണിക്കാൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. രാജാവ് സന്യാസിയോട് അകത്തു വരുവാൻ പറഞ്ഞു. സന്യാസി ആഗതനായി. ജടാധാരിയാണ്. നാഭിയിൽ മുട്ടുന്ന താടി, കാഷായ വസ്ത്രം, രുദ്രാക്ഷമാല, ഭിക്ഷാപാത്രം, മാന്ത്രിക ദണ്ട്. ആകെക്കൂടി കണ്ടപ്പോൾ രാജാവിന് സന്യാസിയിൽ ഒരു വിശ്വാസമൊക്കെ തോന്നി. തിരുമനസ്സുകൊണ്ട് ആവശ്യപ്പെട്ട പ്രകാരം ബ്രഹ്മരക്ഷസിനെ ഒഴിപ്പിക്കാൻ അടിയൻ തയ്യാറാണ്. പ്രതിഫലമായി അടിയൻ ചോദിക്കുന്നതെന്തും തരാൻ അങ്ങ് തയ്യാറാണോ? സന്യാസി ചോദിച്ചു. തയ്യാറാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിതിയെയോ നമ്മുടെ പദവിയെയോ ബാധിക്കുന്ന ഒന്നും ചോദിക്കരുത്. രാജാവ് ഒരു വ്യവസ്ഥ വെച്ചു. ശരി, അങ്ങനെയുള്ളതൊന്നുമല്ല അടിയൻ ചോദിക്കുക. സന്യാസി ഉറപ്പു നൽകി. അതിരിക്കട്ടെ, ബ്രഹ്മരക്ഷസിനെ അടക്കം ചെയ്യുന്നതോടൊപ്പം തെനാലിരാമൻ എന്ന ബ്രാഹ്മണനെ നിഗ്രഹിച്ച പാപത്തിന് പരിഹാരവും ചെയ്യാൻ മഹർഷിക്ക് സാധിക്കുമോ? രാജാവ് ചോദിച്ചു. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളുടെ ഫലം കൊണ്ട് അങ്ങ് ആ ബ്രാഹ്മണനെ കൊന്നിട്ടേയില്ല എന്ന പ്രകാരത്തിൽ കാര്യങ്ങൾ നീങ്ങും, സന്യാസി വിശദീകരിച്ചു. അപ്പോൾ തെനാലിരാമനെ പുനർജീവിപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമെന്നാണോ പറയുന്നത്? രാജാവ് സംശയം പ്രകടമാക്കി. തെനാലിരാമൻ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അങ്ങേക്ക് അയാൾ വീണ്ടും നിരന്തരമായ ശല്യമാകും. അതിനാൽ കൊന്ന പാപത്തിന് പരിഹാരം ചെയ്താൽ മതി. അയാളെ പുനർജീവിപ്പിക്കരുത്. രാജപുരോഹിതൻ താതാചാരിയാണത് പറഞ്ഞത്. കാരണം തെനാലിരാമൻ ജീവിക്കുന്നത് രാജപുരോഹിതന് ഒരു ഭീഷണിയാണല്ലോ. രാജാവ് നിയമമനുസരിച്ച് ചെയ്ത വധം പാപമാകുന്നത് എങ്ങനെയാണ്? സന്യാസി സംശയം ഉന്നയിച്ചു. നിയമവാഴ്ചയ്ക്ക് വേണ്ടിയായാലും ഹിംസ തന്നെയാണ്. അതിനാൽ അല്പം പാപം അതിലുമുണ്ട്. അതുകൊണ്ട് പരിഹാരം ചെയ്യണം. തെനാലിരാമൻ്റെ ആത്മാവിനെ അടക്കം ചെയ്യണം, രാജഗുരു പറഞ്ഞു. അദ്ദേഹം തുടർന്നു. ഇവിടെ നിന്ന് 7 നാഴിക അകലെയുള്ള അമ്പലത്തിലാണ് ആ ബ്രഹ്മരക്ഷസിൻ്റെ ഉപദ്രവമുള്ളത്. അവിടെ പൂജയ്ക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ ഒരുക്കി വയ്ക്കാം. നാളെ തന്നെ പൂജ ആയാൽ എന്താ? രാജഗുരുവിൻ്റെ ആ ചോദ്യത്തിന് സന്യാസി രാജാവിനെ നോക്കി ഉത്തരം പറഞ്ഞു. കർമ്മങ്ങളെല്ലാം ഇവിടെ വെച്ചും നടത്താം, ഇപ്പോൾ തന്നെ ആകാം. അത് കേട്ട് രാജഗുരു സന്യാസിയെ കളിയാക്കി ചിരിച്ചു. ചിരിക്കുന്നുണ്ടെങ്കിലും രാജഗുരുവിൻ്റെ മുഖത്ത് ഭയത്തിൻ്റെ നിഴലുകൾ സന്യാസി കണ്ടു. അപമൃത്യു മൂലം രക്ഷസായി മാറിയ തെനാലിരാമൻ ജീവിച്ചാൽ ഉപദ്രവമുണ്ടാകുമെന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല, സന്യാസി രാജഗുരുവിനെ സമാധാനിപ്പിച്ചു. ബ്രാഹ്മണവധം നടത്തിയതിൻ്റെ പാപവും ഇതോടൊപ്പം ഇല്ലാതാകണം. രാജാവ് ഒരിക്കൽ കൂടി തൻ്റെ ആവശ്യം വ്യക്തമാക്കി. തിരുമേനി, അടിയനിത ഈ 2 കർമ്മങ്ങളും ഒന്നിച്ച് ചെയ്യുന്നു. ഇനി അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് സന്യാസി തൻ്റെ മുഖത്ത് ഒട്ടിച്ചു വെച്ചിരുന്ന താടിയും തലയിലെ ജടയും എടുത്തു മാറ്റി. രാജാവ് അത്ഭുതപ്പെട്ട് നോക്കി നിൽപ്പായി. രാജഗുരു ഞെട്ടി പിന്നോട്ട് മാറി. ഇതാ അങ്ങ് വധിച്ചു കളഞ്ഞ ബ്രാഹ്മണൻ, സന്യാസിയുടെ വേഷം മാറ്റിക്കളഞ്ഞ ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു. അങ്ങനെ മരിച്ചെന്ന് കരുതിയ തെനാലിരാമൻ രാജസന്നിധിയിൽ ജീവനോടെ പ്രത്യക്ഷനായി. രാജാവിന് സന്തോഷമായി. തെനാലിരാമൻ രക്ഷസിനെ അടക്കം ചെയ്തതിന് പ്രതിഫലം ചോദിച്ചു. വധശിക്ഷയിൽ നിന്ന് മോചനവും 1000 പൊൻപണവും വേണം. രാജാവ് തെനാലിരാമന് 1000 പൊൻപണം നൽകി. വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയിലും കൃഷ്ണദേവരായരുടെ പ്രശസ്തിയിലും അസൂയയുള്ളവർ പലരും അക്കാലത്തുണ്ടായിരുന്നു. കൃഷ്ണദേവരായരെ കൊല്ലാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഗോൽക്കൊണ്ടയിൽ നിന്ന് ഒരു ചാരൻ വിജയനഗരത്തിലെത്തി. അയാളുടെ ലക്ഷ്യം കൃഷ്ണദേവരായരെ കൊല്ലുക എന്നതായിരുന്നു. ആ ചാരൻ എങ്ങനെയോ തെനാലിരാമൻ്റെ വീട്ടിൽ താമസവുമായി. രാജാവ് ആ വിവരം അറിഞ്ഞിരുന്നില്ല. തെനാലിരാമൻ വീട്ടിലില്ലാതിരുന്ന ഒരവസരത്തിൽ ആ ചാരൻ തെനാലിരാമൻ്റെ ഒരു ദൂതനെ പറഞ്ഞയച്ച് രാജാവിനെ തെനാലിരാമൻ്റെ മഠത്തിലേക്ക് വിളിപ്പിച്ചു. വലിയ കാര്യമില്ലാതെ വിദൂഷകൻ തന്നെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കില്ലല്ലോ എന്ന് കരുതി രാജാവ് തെനാലിരാമൻ്റെ വീട്ടിലേക്ക് ചെന്നു. രാജാവ് അകത്ത് പ്രവേശിച്ച ഉടൻ ചാരൻ കൃഷ്ണദേവരായരെ ആക്രമിച്ചു. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ രാജാവിൻ്റെ കഥ കഴിഞ്ഞേനെ. രാജാവിനെ കൊല്ലാൻ വന്ന ഒരു ചാരനെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചത് വളരെ വലിയ കുറ്റമാണല്ലോ. ആ കുറ്റത്തിന് തെനാലിരാമനെ വിചാരണ ചെയ്തു. തെനാലിരാമൻ കുറ്റം സമ്മതിച്ചു. അപ്പോൾ അപ്പാജി വിധി പ്രഖ്യാപിച്ചു. തെനാലിരാമന് മരണശിക്ഷ. വിധി കേട്ട് ജനങ്ങളെല്ലാം ദുഃഖിച്ചു. അവർ പ്രതിഷേധിച്ചു.
അപ്പോൾ മന്ത്രി ഒരു ചെറിയ ഔദാര്യം കുറ്റവാളിക്ക് നൽകി. അതെന്താണെന്നോ, തൻ്റെ മരണം ഏത് വിധത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തെനാലിരാമന് അദ്ദേഹം കൊടുത്തു. അപ്പോൾ തെനാലിരാമൻ പറഞ്ഞു, അറിയാത്ത കുറ്റത്തിന് മരണശിക്ഷ വിധിച്ചതിൽ അടിയന് അതിയായ ഖേദമുണ്ട്. എങ്കിലും മരണം ഏത് വിധത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് വിട്ടുതന്ന മന്ത്രിയോട് ഞാൻ നന്ദിയുള്ളവനാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പ്രകാരം എൻ്റെ മരണം ഏത് വിധമായിരിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വയസ്സ് ചെന്ന ശേഷമുള്ള സാധാരണ മരണത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മന്ത്രി അതനുവദിച്ചു. അത് കേട്ടപ്പോൾ മരണവിധി കേട്ട് ദുഃഖിച്ചിരുന്ന ജനങ്ങളെല്ലാം ആർത്തു വിളിച്ചു. എല്ലാവരും തെനാലിരാമനെ പുകഴ്ത്തി. വിജയനഗരത്തിലുടനീളം അക്രമങ്ങളും കൊലപാതകങ്ങളുമായി നടന്ന ഒരു കള്ളസന്യാസി ഉണ്ടായിരുന്നു. അയാൾ അതിസമർത്ഥനും വാചാലനുമാണ്, സുമുഖനുമാണ്. മോടിയായ വസ്ത്രധാരണം, ആരിലും ആദരവ് വളർത്തുന്ന പെരുമാറ്റം. പക്ഷേ ആൾ ഒരു ക്രൂരനും ചതിയനുമായിരുന്നു. ആരെങ്കിലും തമ്മിൽ ശത്രുതയുണ്ടെന്ന് കണ്ടാൽ അവരിൽ പണമുള്ളവൻ്റെ പക്ഷം ചേർന്ന് അയാൾ പണം വാങ്ങും. ശത്രുവിനെ നശിപ്പിക്കാമെന്ന് അവന് വാക്കും കൊടുക്കും. എന്നിട്ട് ആ ശത്രുവിൻ്റെ വീട്ടിൽ ചെന്ന് വിശ്വസ്തനായ ഒരു സന്യാസിയെപ്പോലെ താമസിച്ച് തക്കം കിട്ടുമ്പോൾ അയാളുടെ ആഹാരത്തിൽ വിഷം കലർത്തും. അങ്ങനെ അയാൾ മരിക്കും, അല്ലെങ്കിൽ മനോരോഗിയായി മാറും. ഇതായിരുന്നു ആ സന്യാസിയുടെ തന്ത്രം. സന്യാസിയുടെ തട്ടിപ്പിനും ക്രൂരതയ്ക്കും വിധേയരായവർ നിരവധിയായിരുന്നു. ഒരു ദിവസം തെനാലിരാമൻ സന്യാസിയെ വഴിയിൽ വെച്ച് കണ്ടു. ആ കള്ളസന്യാസി വിഷം കൊടുത്തെങ്കിലും മരിക്കാതെ മനോരോഗിയായി തീർന്ന ഒരു പാവം ആ വഴിക്ക് വരുന്നതും തെനാലിരാമൻ കണ്ടു. തെനാലിരാമൻ ആ മനോരോഗിയുടെ കൈ പിടിച്ച് സന്യാസിയുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ മനോരോഗി സന്യാസിയെ സൂക്ഷിച്ചു നോക്കി. ആ ഭ്രാന്തൻ പെട്ടെന്ന് അക്രമ സ്വഭാവമുള്ളവനായി മാറി. അയാൾ ആ സന്യാസിയെ തള്ളിയിട്ട് തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് മുഖം നിലത്തടിച്ച് അയാളെ കൊലപ്പെടുത്തി. തെനാലിരാമൻ സന്തോഷിച്ചു. ഒരു ചതിയൻ ചത്തല്ലോ. അദ്ദേഹം ലക്ഷ്യം തേടി അവിടെ നിന്നും നടന്നു നീങ്ങി. സന്യാസിയുടെ മരണം നാട്ടിൽ പാട്ടായി. സന്യാസിയെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് മനോരോഗിയെ പിടികൂടി. പക്ഷേ സ്ഥിരബുദ്ധിയില്ലാത്തവർ ചെയ്യുന്ന കുറ്റത്തിന് ശിക്ഷ നൽകുന്നത് ശരിയല്ലല്ലോ. അതിനാൽ അയാളെ വെറുതെ വിട്ടു. കേസിൻ്റെ വിചാരണ തുടർന്നു. ഭ്രാന്തൻ സന്യാസിയെ കൊലപ്പെടുത്തുന്നതിന് കാരണക്കാരൻ തെനാലിരാമനാണെന്ന് വിചാരണയിൽ തെളിയിക്കപ്പെട്ടു. അതിനാൽ തെനാലിരാമനെ വധിക്കാൻ രാജാവ് വീണ്ടും ഉത്തരവിട്ടു. തെനാലിരാമനെ വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴുത്തോളം മണ്ണിട്ട് മൂടിയ ശേഷം ഒരു ആനയെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലാനായിരുന്നു വിധി. ഭടന്മാർ വിധി നടപ്പാക്കുകയാണ്. തെനാലിരാമനെ ഒരു കുഴിയിലിറക്കി കഴുത്തോളം മണ്ണിട്ട് മൂടി നിർത്തിയിട്ട് അവർ ആനയെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ ഒരു വെളുത്തടൻ ആ വഴി വന്നു. അയാളുടെ പുറത്ത് വലിയൊരു കൂനുണ്ട്. തെനാലിരാമൻ അയാളെ നോക്കി ചിരിച്ചു. ചിരിയുടെ ശബ്ദം കേട്ട് അയാൾ മണ്ണിന് മുകളിൽ കണ്ട തെനാലിരാമൻ്റെ മുഖത്ത് നോക്കി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുഴിയിലിറങ്ങി മണ്ണിട്ട് നിൽക്കുന്നതെന്ന് തെനാലിരാമനോട് ആ കൂനൻ ചോദിച്ചു. എൻ്റെ പുറത്ത് വലിയൊരു കൂനുണ്ട്, അത് മാറാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. തെനാലിരാമൻ തട്ടിവിട്ടു. അപ്പോൾ ഈ കുഴിയിൽ ഇങ്ങനെ നിന്നാൽ കൂന് മാറുമോ? കൂനൻ ചോദിച്ചു. മാറും, സംശയമുണ്ടെങ്കിൽ ഈ മണ്ണ് മാറ്റി നോക്കൂ, തെനാലിരാമൻ്റെ മറുപടി. കൂനൻ അതിവേഗം മണ്ണ് മുഴുവൻ മാന്തി മാറ്റി. തെനാലിരാമൻ കുഴിയിൽ നിന്ന് കയറി. കൂനൻ നോക്കി. തെനാലിരാമൻ്റെ പുറത്ത് കൂന് കാണുന്നില്ല. തെനാലിരാമന് മുമ്പും കൂനുണ്ടായിരുന്നില്ല എന്ന വിവരം അയാൾക്കറിയില്ലല്ലോ. കൂനന് തെനാലിരാമൻ പറഞ്ഞത് വിശ്വാസമായി. അയാൾ ഉടനെ കുഴിയിലിറങ്ങി നിന്ന് സ്വയം കഴുത്ത് വരെ മണ്ണിട്ട് മൂടി. തെനാലിരാമൻ വീട്ടിലേക്ക് യാത്രയായി. കൂനൻ കുടിയനാണ്, കുടുംബം നോക്കാത്തവനാണ്, ക്രൂരനുമായിരുന്നു. അതിനാൽ തനിക്ക് കിട്ടിയ ശിക്ഷ ആ ദുഷ്ടനിരിക്കട്ടെ എന്ന് രാമൻ നിശ്ചയിച്ചു. അയാൾ ഉടനെ കുഴിയിലിറങ്ങി നിന്ന് സ്വയം കഴുത്ത് വരെ മണ്ണിട്ട് മൂടി. തെനാലിരാമൻ വീട്ടിലേക്ക് യാത്രയായി. കൂനൻ കുടിയനാണ്, കുടുംബം നോക്കാത്തവനാണ്, ക്രൂരനുമായിരുന്നു. അതിനാൽ തനിക്ക് കിട്ടിയ ശിക്ഷ ആ ദുഷ്ടനിരിക്കട്ടെ എന്ന് രാമൻ നിശ്ചയിച്ചു. ആന വന്നു. ഭടന്മാർ വിധി നടപ്പാക്കി. കൂനൻ തല ചതഞ്ഞ് ചത്തു. രാജാവ് കൂനൻ്റെ കഥയൊന്നും അറിഞ്ഞില്ല. താൻ തെനാലിരാമനെ വധിച്ചു കളഞ്ഞല്ലോ എന്നോർത്ത് ദുഃഖത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു സന്യാസിയെ കൊന്നതിനാണ് രാമനെ ആനയെ കൊണ്ട് ചവിട്ടി കൊല ചെയ്യിച്ചത്. ദുഃഖത്തിൽ മുഴുകിയ രാജാവിന് കൂനിന്മേൽ കുരുവെന്ന പോലെ മറ്റൊരു വാർത്ത കിട്ടി. തെനാലിരാമൻ നിമിത്തം കൊല ചെയ്യപ്പെട്ട സന്യാസി നാട്ടിലെ ഏറ്റവും വലിയ അക്രമിയായിരുന്നു. അതിനാൽ
തെനാലിരാമൻ്റെ തന്ത്രം കൊണ്ട് അയാൾ കൊല്ലപ്പെട്ടുവെങ്കിലും നാട്ടിൽ പല പാവങ്ങളുടെയും പ്രാണൻ രക്ഷപ്പെട്ടു. ഇതായിരുന്നു ആ വാർത്ത. അത് കേട്ട് രാജാവ് പശ്ചാത്താപ വിവശനായി കരഞ്ഞു കണ്ണീരൊഴുക്കാൻ തുടങ്ങി. ഈ വിവരം പറഞ്ഞ് തെനാലിരാമൻ ഉടനെ രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. താൻ മരണത്തിൽ നിന്ന് രക്ഷ നേടിയ കഥ രാമൻ വിവരിച്ചു. അത് കേട്ടപ്പോൾ രാജാവിന് കൂനൻ്റെ കുടുംബത്തോട് സഹതാപം തോന്നി. കൃഷ്ണദേവരായർ കൂനൻ്റെ ഭാര്യയായ വെളുത്തേടത്തേക്ക് ഒരു വലിയ തുക അടുത്തുണായി നൽകി. അവൾ 1 വർഷം കഴിഞ്ഞ ശേഷം കൂനില്ലാത്തവനും കുടുംബം നോക്കുന്നവനുമായ ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച് സുഖമായി ജീവിച്ചു. തെനാലിരാമൻ ഒരിക്കൽ രാജാവിൽ നിന്ന് 100 പൊൻനാണയം കടം വാങ്ങിയിരുന്നു. വളരെ നാളുകൾ കഴിഞ്ഞിട്ടും രാമൻ അത് മടക്കി കൊടുത്തില്ല. രാജാവിൻ്റെ കാര്യസ്ഥൻ ദൂതനെ വിട്ട് തെനാലിരാമനോട് കടം വാങ്ങിയ തുക മടക്കി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ രാമൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, രാമന് വേറെയും കടങ്ങൾ വീട്ടാനുണ്ടായിരുന്നു. തൽക്കാലം പണമില്ല, പിന്നീട് തന്ന് വീട്ടിക്കൊള്ളാം, ഇങ്ങനെ പറഞ്ഞ് രാമൻ ദൂതനെ മടക്കി അയച്ചു. ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ തെനാലിരാമൻ കട്ടിലിൽ ചെന്ന് മരിച്ചതുപോലെ കിടപ്പായി. വെള്ളത്തുണി കൊണ്ട് ആപാത ചൂടം മൂടി. അമ്മയും ഭാര്യയും തെനാലിരാമൻ പറഞ്ഞതനുസരിച്ച് അരികിലിരുന്ന് മാറത്തടിച്ച് നിലവിളി തുടങ്ങി. നിലവിളി കേട്ട് സമീപവാസികൾ ഓടിക്കൂടി. തെനാലിരാമൻ മരിച്ചിരിക്കുന്നു. വാർത്ത പെട്ടെന്ന് പരന്നു. മൃതശരീരം സന്ദർശിച്ച് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാൻ രാജാവ് അവിടെ എത്തി. തിരുമേനി തെനാലിരാമൻ്റെ അമ്മയെയും ഭാര്യയെയും ആശ്വസിപ്പിച്ചു. എന്താണ് രാമൻ പെട്ടെന്ന് മരിക്കാൻ കാരണം? രാജാവ് ചോദിച്ചു. എൻ്റെ മകന് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. കൊട്ടാരത്തിലേക്ക് 100 പൊൻപണം തരാനുണ്ട്. മുമ്പെന്നോ കടം വാങ്ങിയതാണ്. അത് ചോദിച്ച് ഇന്ന് ദൂതൻ വന്നു. അപ്പോൾ കിടന്ന് കിടപ്പാണ്, പിന്നെ എണീറ്റിട്ടില്ല. ആ കടം എങ്ങനെയെങ്കിലും അമ്മ വീട്ടണം. ഇതാണ് എൻ്റെ മുൻ അവസാനമായി എന്നോട് പറഞ്ഞത്. അമ്മ കരച്ചിൽ തുടർന്നു. രാജാവ് ഉടനെ കാര്യസ്ഥനെ വിളിച്ചു. തെനാലിരാമൻ്റെ പേരിലുള്ള എല്ലാ കടങ്ങളും ഉടനെ എഴുതി തള്ളൂ. അയാളുടെ അമ്മ ഇതിനെക്കുറിച്ച് ഇനി ദുഃഖിക്കാൻ പാടില്ല. രാജാവിൻ്റെ ഉത്തരവ്. അത് കേട്ടയുടൻ തെനാലിരാമൻ പുതച്ചിരുന്ന് വെള്ളത്തുണി മാറ്റി എഴുന്നേറ്റു. മരിച്ച മനുഷ്യൻ എഴുന്നേറ്റിരിക്കുന്നു. രാജാവ് ഞെട്ടി. അദ്ദേഹം ഒരടി പിന്നോട്ട് മാറി നിന്നു. തിരുമേനി, പേടിക്കേണ്ട. അങ്ങ് കടം ഇളച്ചത് കേട്ടപ്പോൾ അടിയൻ മരണത്തിൽ നിന്ന് ഉയർത്തതാണ്. തെനാലിരാമൻ ചിരിച്ചുകൊണ്ട് രാജാവിൻ്റെ പാദങ്ങളിൽ വീണു വണങ്ങി. എന്ത്? കടം ഇളച്ചത് കൊണ്ട് ഉയർത്തുവെന്നോ? അപ്പോൾ താങ്കൾ മരിച്ചതെങ്ങനെ? രാജാവ് ചോദിച്ചു. കടത്തിൻ്റെ ഭാരം കൊണ്ട് അടിയൻ വീണു മരിച്ചതാണ്. കടത്തിൻ്റെ ഭാരം തിരുമനസ് കൊണ്ട് അടിയനിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ അടിയൻ്റെ പറന്നുപോയ പ്രാണൻ തിരിച്ചു വന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തെനാലിരാമൻ ചിരിച്ചു. രാജാവിനും ചിരി വന്നു. അദ്ദേഹം തെനാലിരാമന് മാസം തോറും കൊടുത്തു വന്നിരുന്ന തുക ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. പിന്നീട് ഒരിക്കലും രാമന് കടം വാങ്ങേണ്ടി വന്നില്ല. കൃഷ്ണദേവരായർ പരിശീലനം സിദ്ധിച്ച ഒരു കുതിരയെ വാങ്ങി. അതിനെക്കൊണ്ട് വിവിധ തരം അഭ്യാസങ്ങൾ കാട്ടി. ആ അഭ്യാസങ്ങൾ കണ്ട് ഭടന്മാർ അത്ഭുതപ്പെട്ടു. ആളുകൾ ആ കുതിരയുടെ കഴിവുകളെ പറഞ്ഞു പുകഴ്ത്തി. ഒരു ദിവസം തുംഗഭദ്ര നദിക്ക് മീതെയുള്ള പാലത്തിൽ രാജാവ് കുതിരപ്പുറത്ത് കയറി അഭ്യാസങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. തെനാലിരാമൻ അടുത്ത് ചെന്ന് നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അങ്ങയുടെ കുതിര നല്ലത് തന്നെ. പക്ഷേ എൻ്റെ കുതിരയെ കൊണ്ട് ചെയ്യിക്കാവുന്ന എല്ലാ അഭ്യാസങ്ങളും അങ്ങയുടെ കുതിരയെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമോ? സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ കുതിരയെ കൊണ്ടുവാ, നമുക്കൊന്ന് നോക്കാം. രാജാവിന് തൻ്റെ കുതിരയെ തെനാലിരാമൻ നിന്ദിച്ചത് ഇഷ്ടമായില്ല. വിജയനഗരത്തിലെന്നല്ല, ഭാരതദേശത്തിലൊട്ടാകെ തേടി നടന്നാലും രാജാവിൻ്റെ കുതിരയുടെ പകുതിയെങ്കിലും കഴിവുള്ള ഒരു കുതിരയെ കിട്ടാനാവില്ലെന്ന് രാജാവിന് അറിയാമായിരുന്നു. അധികം താമസിയാതെ തെനാലിരാമൻ തൻ്റെ കുതിരയെ കൊണ്ടുവന്നു. പട്ടിണി കിടന്ന് എല്ലും തോലുമായ ഒരു വയസ്സൻ കുതിരയെയാണ് അയാൾ കൊണ്ടുവന്നത്. ആ കുതിരയുടെ പുറത്ത് ആരെങ്കിലും കയറിയാൽ ഉടനെ കുതിര മറിഞ്ഞു വീഴും. അത്രയ്ക്ക് മോശമാണ് ആ ജീവിയുടെ സ്ഥിതി. തെനാലിരാമൻ കുതിരയെ ഉന്തിത്തള്ളി നടത്തി. രാജാവ് നോക്കി നിൽക്കുകയായിരുന്നു. കുതിര പാലത്തിന് നടുവിലെത്തിയപ്പോൾ തെനാലിരാമൻ ചെയ്തതെന്താണെന്നോ? അയാൾ അതിനെ തള്ളി നദിയിലേക്ക് തട്ടിയിട്ടു. കുതിര കുറച്ചു നേരം വെള്ളത്തിൽ കിടന്ന് നീന്തി നോക്കി. പക്ഷെ നീന്താൻ വേണ്ട ആരോഗ്യം അതിനുണ്ടായിരുന്നില്ല. അത് വെള്ളത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങി. അത് താമസിയാതെ ചത്ത് നദിയിലൂടെ ഒഴുകിപ്പോയി. കൃഷ്ണദേവരായർ അത് കണ്ട് കോപിച്ചു. അദ്ദേഹം ചോദിച്ചു, രാമൻ എന്താണ് ഈ കാണിച്ചത്? കുതിരയെ നദിയിലേക്ക് ഉന്തിയിട്ട് കൊന്നു അല്ലേ? അതെ. തിരുമേനിക്ക് അങ്ങയുടെ കുതിരയെ കൊണ്ട് ഇങ്ങനെയൊരു അഭ്യാസം ചെയ്യിക്കാൻ ഒരിക്കലും സാധ്യമല്ല, രാമൻ വിജയഭാവത്തിൽ പറഞ്ഞു.
എന്നാലും രാമൻ ആ കുതിരയെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? രാജാവ് രാമനെ ഗുണദോഷിച്ചു. തിരുമേനി, നിർഗുണനായ ഒരു സുഹൃത്തിൻ്റെ നഷ്ടം ഒരു നഷ്ടമല്ല. ചിലപ്പോൾ അതുകൊണ്ട് ലാഭവും ഉണ്ടാകും. രാമൻ ഒരു വലിയ തത്വം പറഞ്ഞു. രാജാവ് രാമൻ്റെ പ്രസ്താവന അംഗീകരിച്ചു. ആ പുതിയ തത്വം പഠിപ്പിച്ചതിന് അദ്ദേഹം തെനാലിരാമന് ഒരു പണക്കീഴ് സമ്മാനിക്കുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഒരു ജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനോട് എനിക്ക് യോജിക്കുന്നില്ല. നിങ്ങൾക്കോ? എന്തായാലും ബാക്കി എന്തായാലും നോക്കാം. കുതിര സസ്യബുക്കാണല്ലോ, പക്ഷെ ചിലപ്പോൾ കുതിരയെ മാംസബുക്കാക്കി മാറ്റേണ്ടി വരും. തെനാലിരാമൻ തൻ്റെ കുതിരയെ ഇറച്ചി തിന്നുന്ന ജീവിയാക്കി മാറ്റി. ആ കഥ ഇതാണ്. നല്ല മഴക്കാലത്തിലെ ഒരു സായാഹ്നം തെനാലിരാമൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. കുറച്ചു ദൂരം ചെന്നപ്പോൾ മഴ തുടങ്ങി. മടങ്ങിപ്പോകാൻ മനസ്സ് വന്നില്ല. അദ്ദേഹം യാത്ര തുടർന്നു. മഴയും പെയ്ത്തു തുടരുകയാണ്. തെനാലിരാമൻ ഒരു ദിക്കിലും കയറി നിൽക്കാതെ കുറേ ദൂരം പോയി. പക്ഷേ അദ്ദേഹം നനഞ്ഞു കുതിർന്നിരുന്നു. തണുത്ത് വിറച്ചു തുടങ്ങിയപ്പോൾ ഒരിടത്ത് കയറി നിൽക്കാമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അടുത്ത് കണ്ട ഒരു കടയുടെ മുമ്പിൽ കുതിരയെ നിർത്തിയിട്ട് തെനാലിരാമൻ കടയിലേക്ക് കയറി. കടയിൽ ഇറച്ചി വടയുണ്ടാക്കി വിൽപ്പന നടക്കുകയാണ്. ബ്രാഹ്മണനായ തെനാലിരാമന് ഇറച്ചിവട തിന്നാൻ ഒക്കില്ലല്ലോ. അത് വേണ്ട, പക്ഷെ തണുത്തിട്ട് വയ്യ. അല്പം തീ കായണം തണുപ്പകറ്റാൻ. പക്ഷെ ആളുകൾ അടുപ്പിന് ചുറ്റും തിങ്ങി നിൽക്കുകയാണ്. തെനാലിരാമൻ വിഷമിച്ചു. എൻ്റെ കുതിരയ്ക്ക് വിശക്കുന്നു, അതിന് തിന്നാൻ 4 ഇറച്ചിവട വേണം. തെനാലിരാമൻ വടയുണ്ടാക്കുന്ന ആളോട് ചോദിച്ചു. കുതിരയ്ക്ക് തിന്നാൻ ഇറച്ചിവടയോ? ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം സംശയം. കുതിരയെ ഞാനൊന്ന് കാണട്ടെ. ഒരാൾ കുതിരയെ കാണാൻ പുറത്തേക്ക് പോയി. അയാളുടെ പുറകെ അവിടെ കൂടിയിരുന്നവരെല്ലാവരും. അവർ ഇറച്ചി തിന്നുന്ന അത്ഭുത ജീവിയെ നോക്കി നിൽപ്പായി. തെനാലിരാമൻ ആ തക്കത്തിന് വട ചൂടുന്ന അടുപ്പിനരികിലേക്കിരുന്ന് നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഉണക്കി. തീ കാഞ്ഞ് ശരീരത്തിൻ്റെ തണുപ്പും വിറയലും മാറ്റി. മഴ മാറി. തെനാലിരാമൻ വട വാങ്ങി. പണം കൊടുത്തു. പുറത്തു വന്നു. കുതിരയെ വട കാണിച്ചു. കുതിര ഇറച്ചിയുടെ മണം കേട്ടപ്പോൾ മുഖം തിരിച്ചു. തെനാലിരാമൻ വട അവിടെ കണ്ട ഒരു പട്ടിക്ക് കൊടുത്തു. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി. ആളുകളപ്പോൾ അത്ഭുതത്തോടെ നോക്കി. കുതിരയെയല്ല, തെനാലിരാമന്. പ്രാചീന ഭാരതത്തിൽ ചില കാടന്മാർ നരബലി നടത്തിയിരുന്നു. ഇന്നും ചില പ്രാകൃത ജനങ്ങൾ മനുഷ്യരെ കൊന്നും ബലി നടത്തുന്ന വാർത്തകൾ പത്രങ്ങളിൽ കാണാം. വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായരുടെ കാലത്ത് നരബലി നിഷിദ്ധമായിരുന്നുവെങ്കിലും ആളുകൾ അത് നടത്തി വന്നു. തെനാലിരാമൻ നരബലി നടത്താനും ഒരു എളുപ്പമാർഗം കണ്ടെത്തി. അതെന്താണ് ആ മാർഗമെന്ന് നമുക്ക് അടുത്ത പാർട്ടിലൂടെ അറിയാം. ഇതുവരെ ഈ കഥ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. കേൾക്കുന്നവർ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഒരു കമൻറ്റ് കൂടെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് പിന്നീട് വീണ്ടും കാണാം.